ഇന്ന് ഞാൻ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ സാരാംശത്തിൻ്റെ 3-ാം ഭാഗം വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ സാന്റിയാഗോ തൻ്റെ ആടുകളിലെ 10-ലൊന്നായ 6 ആടുകളുമായി ആ വൃദ്ധന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. വൃദ്ധനെ കണ്ടപാടെ അവൻ പറഞ്ഞു, എൻ്റെ ഒരു അത്ഭുതം കേൾക്കണോ? എൻ്റെ ആ സ്നേഹിതന് ഒരു ഇടയനാകാൻ മോഹം. എൻ്റെ ആടുകളിൽ ഈ 6 ഒഴിച്ച് ബാക്കിയെല്ലാം അവൻ വിലയ്ക്ക് വാങ്ങി. ആശിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങുന്ന നല്ല ലക്ഷണമാണെന്നാണ് അവൻ പറയുന്നത്. ശരി തന്നെ, അതെപ്പോഴും അങ്ങനെയാണ്. കാലം അനുകൂലമാണെന്ന് പറയുന്നത് ഇങ്ങനെ വരുമ്പോഴാണ്. ചീട്ടു കളിക്കാനിരുന്നാൽ ആദ്യവട്ടം മിക്കവാറും ജയിക്കും. അതാണ് തുടക്കക്കാരൻ്റെ ഭാഗ്യം, വൃദ്ധൻ പറഞ്ഞു. അതെങ്ങനെ? സാന്റിയാഗോ ചോദിച്ചു. ഒരുത്തനെ അവൻ്റേതായ വഴിയിലേക്ക് തിരിച്ചുവിടുന്ന ഒരു ശക്തിയുണ്ട്. ആദ്യ ശ്രമം വിജയിച്ചാൽ രസം പിടിക്കും, പിന്നെ വിട്ടുപോരാൻ മനസ്സ് വരികയേയില്ല. അവൻ 6 ആടുകളെ വൃദ്ധനെ കൈമാറിക്കൊണ്ട് ചോദിച്ചു, ഞാൻ അന്വേഷിക്കുന്ന ആ നിധി എവിടെയാണ്? ഈജിപ്തിൽ പിരമിഡുകളുടെ അടുത്ത്. അവനൊന്ന് ഞെട്ടി. ഇത് തന്നെയാണല്ലോ ആ കൈനോട്ടക്കാരിയും പറഞ്ഞത്. നിധി കണ്ടെത്താനായി ചില ലക്ഷണങ്ങൾ പിന്തുടരണം. ദൈവം ഓരോരുത്തർക്കും ഓരോ വഴി നിശ്ചയിച്ചിരിക്കുന്നു. ആ വഴിയിൽ അവിടെ ഇവിടെ ഓരോ അടയാളങ്ങളും കുറിച്ചിട്ടുണ്ടാകും. അതാദ്യം തിരിച്ചറിയണം, പിന്നെ യാത്ര എളുപ്പമാകും. വൃദ്ധൻ തൻ്റെ മേലങ്കി തുറന്ന് തൻ്റെ മാർച്ചട്ടിയിൽ നിന്ന് വെളുത്തതും കറുത്തതുമായ 2 കല്ലുകൾ അടർത്തിയെടുത്തു. സാന്റിയാഗോയ്ക്ക് നേരെ കൊടുത്തു. ഈ കല്ലുകളുടെ പേര് ഓർമ്മ വെച്ചോളൂ. ഇത് യുറീം, മറ്റത് തുമീം. വൃദ്ധൻ തുടർന്നു. കറുപ്പിൻ്റെ അർത്ഥം എന്നും വെള്ളയുടേത് അല്ല എന്നും. വഴിയിൽ നീ കാണുന്ന നിമിത്തങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോൾ നിനക്ക് ഈ കല്ലുകളോട് ചോദിക്കാം. നേരായ വഴി അവ കാണിച്ചു തരും. വേണം വേണ്ട അല്ലെങ്കിൽ അതെ അല്ല എന്നീ ഒറ്റ വാക്കുകളിൽ ഉത്തരം കിട്ടത്തക്ക ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാവൂ. എന്തൊക്കെയായാലും ഏറ്റവും ഉചിതം സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുന്നത് തന്നെയാണ്. പിരമിഡുകൾക്കടുത്താണ് നീ തേടുന്ന നിധി കിടക്കുന്നത് എന്ന് നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നിട്ടും 6 ആടുകളെ ഞാൻ പ്രതിഫലമായി ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നല്ലേ നീ ആലോചിക്കുന്നത്? എന്തൊക്കെ അറിഞ്ഞിരുന്നാലും ഉറച്ച ഒരു തീരുമാനത്തിലെത്താൻ നിനക്ക് പ്രേരണ നൽകിയത് ഞാനാണ്. കല്ലുകൾ 2 സ്വന്തം മടിശീലയിൽ അവൻ ഭദ്രമായി സൂക്ഷിച്ചു. നിന്റെ എല്ലാ ഇടപാടുകളുടെയും പുറകിലുള്ള ഉദ്ദേശം ഒന്നേ ഒന്ന് മാത്രമാണ്. വഴിയിൽ കാണുന്ന നിമിത്തങ്ങൾ, അവയുടെ അർത്ഥങ്ങൾ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കണം. എന്തൊക്കെ സംഭവിച്ചാലും ലക്ഷ്യം നേടുമെന്ന ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം. അങ്ങനെ സാന്റിയാഗോ കപ്പൽ മാർഗം ആഫ്രിക്കയിലേക്ക് എത്തി. ആഫ്രിക്കയിലെ ഇടുങ്ങിയ തെരുവുകളിലൊന്നായ ടാഞ്ചീറിലെ ഒരു ഭക്ഷണശാലയിൽ അവൻ ചെന്നിരുന്നു. കുറേ പേർ ചുറ്റും കൂടിയിരുന്ന് ഹുക്ക വലിക്കുന്നുണ്ടായിരുന്നു. യാത്രയുടെ തിരക്കിലും ഉത്സാഹത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവൻ പാടേ മറന്നുപോയിരുന്നു. ഇവരുടെ ഭാഷ അറബി തനിക്കൊട്ടും വശമില്ലല്ലോ. അതറിയാതെ യാത്ര തുടരുന്നത് എങ്ങനെ? നിധി തേടിപ്പിടിക്കുന്നത് എങ്ങനെ? എങ്ങനെയും നിധി കണ്ടെത്തുക, അതല്ലേ വേണ്ടത്? അതിനുള്ള വഴിയാണ് ആലോചിക്കേണ്ടത്, അവൻ സ്വയം പറഞ്ഞു. ഏതായാലും ആടുകൾ വിറ്റ് കിട്ടിയ പണം കയ്യിലുണ്ട്. കുറേ സമാധാനം. കയ്യിൽ കാശുണ്ടെങ്കിൽ കൂട്ടിന് ആളെ കിട്ടാനാണോ പ്രയാസം? വഴികാട്ടിയായി ആരെയെങ്കിലും കിട്ടാതിരിക്കില്ല. ആരാണ്? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. സ്പാനിഷ് ഭാഷയിലായിരുന്നു ആ ചോദ്യം. അവന് സമാധാനമായി. ലക്ഷണം കൊള്ളാം, തൻ്റെ ഭാഷ സംസാരിക്കുന്ന ഒരാളെ കണ്ടുകിട്ടിയല്ലോ. അല്ല, നിങ്ങൾ എങ്ങനെ സ്പാനിഷ് ഭാഷ വശമാക്കി? അവൻ്റെ ഉത്തരം അങ്ങനെ ഒരു മറു ചോദ്യമായിരുന്നു. അതിൽ അതിശയിക്കാനൊന്നുമില്ല. ഈ പ്രദേശത്ത് ഒരുമാതിരി എല്ലാവരും സ്പാനിഷ് സംസാരിക്കും, ചെറുപ്പക്കാരൻ പറഞ്ഞു. പുതിയതായി പരിചയപ്പെട്ട ഈ ചെറുപ്പക്കാരനോട് അവൻ തൻ്റെ പിരമിഡുകൾ കാണണമെന്നുള്ള യാത്രയുടെ ഉദ്ദേശം വെളിപ്പെടുത്തി. നിധിയുടെ കാര്യം മനഃപൂർവ്വം പറഞ്ഞില്ല. എന്നെ പിരമിഡുകളുടെ അടുത്തെത്തിക്കാമോ? എന്താ വേണ്ടതെന്ന് വെച്ചാൽ തരാം, അവൻ പറഞ്ഞു. എങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്? സഹാറ മരുഭൂമി മുഴുവൻ കടന്ന് അപ്പുറത്തെത്തണം. പണച്ചെലവുള്ള കാര്യമാണ്. അതിന് തക്ക പൈസ കയ്യിലുണ്ടോ? തൻ്റെ കൈവശമുള്ള പണത്തെക്കുറിച്ചുള്ള ചോദ്യം. അതിലെന്തോ പന്തികേടില്ലേ? എന്നാലും അവൻ മടിശീല തുറന്ന് ആ ചെറുപ്പക്കാരനെ പൈസ മുഴുവൻ കാണിച്ചു. വൃദ്ധൻ്റെ വാക്കുകൾ അവൻ ഓർമ്മ വന്നു. പൂർണ്ണ മനസ്സോടെ എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രകൃതി മുഴുവൻ ആ കാര്യസിദ്ധിക്കായി പിന്തുണ നൽകും. അതുകൊണ്ടായിരിക്കണം എന്നെ സഹായിക്കാനുള്ള ഈ ചെറുപ്പക്കാരൻ എൻ്റെ മുമ്പിലെത്തിയത്, അവൻ മനസ്സിലോർത്തു. ഇതെല്ലാം കണ്ടു നിന്നിരുന്ന കടക്കാരൻ അരിശം. അയാളും ആ ചെറുപ്പക്കാരനും തമ്മിൽ ചെറിയ ഒരു വാക്കേറ്റം. അറബി ഭാഷയിലായതിനാൽ അവന് കാര്യം മനസ്സിലായില്ല. ചെറുപ്പക്കാരൻ എഴുന്നേറ്റു, കൂട്ടത്തിൽ അവനും. പൈസ കൊടുക്കാൻ ചെന്ന അവന് നേരെയും ആ കടക്കാരൻ അറബി ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞു. നിന്റെ കയ്യിലുള്ള പൈസ മുഴുവൻ കൈക്കലാക്കാനുള്ള കടക്കാരൻ്റെ സൂത്രമാണ്. ഒറ്റ എണ്ണത്തിനെ വിശ്വസിച്ചുകൂടാ. അവന് തൻ്റെ പുതിയ പരിചയക്കാരൻ്റെ മേലുള്ള വിശ്വാസം ഒന്നുകൂടി വർദ്ധിച്ചു.
വലിയൊരു കെണിയിൽ നിന്നും അയാൾ തന്നെ രക്ഷിച്ചിരിക്കുന്നു. പിന്നെ അവൻ സംശയിച്ചതേയില്ല. മടിശീല തുറന്ന് പൈസ മുഴുവൻ അവൻ ചെറുപ്പക്കാരനെ ഏൽപ്പിച്ചു. നമുക്ക് നാളെ തന്നെ പുറപ്പെടാം. പൈസ കയ്യിൽ എടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. രണ്ടുപേരും കൂടി ഇടുങ്ങിയ അങ്ങാടിയിലേക്ക് നടന്നു. നല്ല ആൾക്കൂട്ടമുണ്ട്. വാങ്ങലും വിൽക്കലും വിലപേശലും നല്ല ബഹളം തന്നെ. എന്നാലും നോക്കി നിൽക്കാൻ നല്ല രസം തോന്നി. കാഴ്ചകൾ കണ്ടു നടക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ചങ്ങാതിയുടെ മേൽ തന്നെയായിരുന്നു. തൻ്റെ പണം മുഴുവൻ ഇപ്പോൾ അയാളുടെ കൈവശമാണ്. വല്ലാത്ത ഒരു വിഡ്ഢിത്തമായിപ്പോയി. തിരിച്ചു ചോദിച്ചാലോ? അതിന് മോശമാകും. താൻ വിശ്വാസക്കുറവ് കാണിക്കുമെന്ന് അയാൾ വിചാരിക്കും. ഏതായാലും മേക്കരത്തിൻ്റെ കാര്യത്തിൽ അവന് തൻ്റെ ഒപ്പം നിൽക്കാനാവില്ല. അപ്പോഴാണ് അവൻ്റെ കണ്ണിൽ ഒരു വാൾ വന്നു പെട്ടത്. എന്തൊരു ഭംഗി! ഇതുവരെ കാണാത്ത തരം വാളുറ വെള്ളി കൊണ്ടാണ്. കറുത്ത പിടിയിൽ രത്നങ്ങൾ പതിച്ചിരിക്കുന്നു. അവന് വല്ലാത്ത മോഹം തോന്നി. മടക്കത്തിലാകട്ടെ ഇതുപോലൊന്ന് വാങ്ങണം. ഇതിനെന്ത് വില വരുമെന്ന് ഒന്ന് ചോദിക്കൂ. പുറകിൽ നിന്ന് കൂട്ടുകാരനോട് അവൻ ആവശ്യപ്പെട്ടു. പിന്നിൽ നിന്നും ഉത്തരമൊന്നും കിട്ടിയില്ല. തിരിഞ്ഞു നോക്കാതെ തന്നെ അവന് കാര്യം മനസ്സിലായി. താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധ കൈവിട്ടുപോയ ഏതാനും നിമിഷങ്ങൾക്കെവിടെയിൽ എപ്പോഴോ പുറകിലോട്ട് തിരിഞ്ഞു നോക്കാനൊരു ഭയം. പിന്നെ ധൈര്യം സംഭരിച്ചു പിന്നിലോട്ട് തിരിഞ്ഞു. 1000 പേരുടെ ഒച്ചയും വിളികളും. തൻ്റെ കൂട്ടുകാരൻ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു പകൽ തീരുമ്പോഴേക്കും സ്ഥിതി ആകെ മാറിക്കഴിഞ്ഞു. അപരിചിതമായ നാട്, കയ്യിൽ ചില്ലിക്കാശില്ല. സ്വന്തം നാട്ടിൽ തിരിച്ചുപോയി വീണ്ടും പഴയതുപോലെ തുടങ്ങാമെന്ന് വെച്ചാൽ അതിനും മാർഗമില്ല. തൻ്റെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോയിരിക്കുന്നു. അവന് സങ്കടം സഹിക്കാനായില്ല. കരച്ചിൽ പൊട്ടി വന്നു. ഈശ്വരൻ എന്നോട് എന്തിനിത് ചെയ്തു? എൻ്റെ കുറ്റം എന്തായിരിക്കും? സ്വന്തം സ്വപ്നങ്ങളെ വിശ്വസിച്ചിറങ്ങിപ്പോന്നതോ? അവൻ തേങ്ങിക്കരയാൻ തുടങ്ങി. കഷ്ടം! ആ ചായക്കടക്കാരൻ തനിക്ക് മുന്നറിയിപ്പ് തരികയായിരുന്നു. കൂടെ കൂടിയവൻ ചതിയനാണ്, വിശ്വസിക്കരുത് എന്ന്. അത് എനിക്ക് മനസ്സിലായില്ല. അയാൾ എന്നോട് കയർക്കുക ആയിരുന്നു എന്നാണ് കരുതിയത്. അല്ലെങ്കിലും അതാണ് ജനസ്വഭാവം. സ്വന്തം മോഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചാണ് ഒരുവൻ ഓരോ സംഭവത്തെ നോക്കിക്കാണുക. വസ്തുക്കളുടെ യാഥാർത്ഥ്യം പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ അറിയാതെ പോകുന്നു. പെട്ടെന്ന് ആ വൃദ്ധൻ കൊടുത്ത ആ കല്ലുകളെക്കുറിച്ച് അവൻ ഓർത്തു. യുറീമും തുമീമും. ആ രാജാവിൻ്റെ അനുഗ്രഹം തനിക്കുണ്ടോ എന്ന് ചോദിച്ചറിയാം. അവൻ മടിശീലയിൽ കൈയിട്ടു. ആദ്യം കയ്യിൽ തടഞ്ഞത് പുറത്തെടുത്തു. ഉത്തരം ഉവ്വേ എന്നായിരുന്നു. ഞാൻ തേടുന്ന നിധി എനിക്ക് കണ്ടെത്താനാകുമോ? രണ്ടാമത്തെ ചോദ്യം അതായിരുന്നു. വീണ്ടും അവൻ സഞ്ചിക്കകത്തേക്ക് കൈയിട്ടു. അതിൻ്റെ അടിയിലുള്ള ചെറിയ ഒരു ദ്വാരത്തിൽ കൂടി ആ കല്ലുകൾ രണ്ടും നിലത്ത് വീണു. എന്തായിരിക്കാം ഈ വീണ കല്ലുകൾ സൂചിപ്പിക്കുന്നത്? അവൻ അത് പെറുക്കി വീണ്ടും സഞ്ചിയിലോട്ടിട്ടു. വൃദ്ധൻ്റെ അനുഗ്രഹമുണ്ടെന്ന തോന്നൽ എല്ലാ ഭയാശങ്കകളും മാറ്റി. ഏതായാലും വല്ലാത്ത ഒരു ചതിയിൽ പെട്ടുപോയി. ഇനി അതാലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. നിധി കണ്ടെടുക്കുന്നതുവരെ എന്ത് സാഹസം സഹിച്ചും മുന്നോട്ട് പോകുക തന്നെ. പിറ്റേ ദിവസം രാവിലെ ഒരു ഉദ്ദേശവുമില്ലാതെ അവൻ അങ്ങാടിയിൽ ചുറ്റി നടന്നു. സഹായത്തിന് ആരും കൂടിയില്ലാത്ത ഒരു മധുര പലഹാര കച്ചവടക്കാരൻ തൻ്റെ വിൽക്കാനുള്ള സാധനങ്ങൾ നിരത്തുകയായിരുന്നു. അയാൾ ആവശ്യപ്പെടാതെ തന്നെ അവൻ സഹായിക്കാൻ ചെന്നു. കച്ചവടക്കാരൻ്റെ മുഖത്തെ പ്രസന്നമായൊരു ചിരി. പണി കഴിഞ്ഞവൻ പോകാൻ ഒരുങ്ങവേ അയാൾ തൻ്റെ നേരെ കുറച്ച് പലഹാരം നീട്ടി. അത് തിന്നവൻ സ്ഥലം വിട്ടു. പണിയെടുക്കുന്നതിനിടയിൽ രണ്ടുപേരും 2 ഭാഷയാണ് സംസാരിച്ചതെങ്കിലും പരസ്പരം കാര്യം മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായില്ല. അവൻ ഓർത്തു, ഒരു കാര്യം തീർച്ച, വാക്കുകളെ ആധാരമാക്കേണ്ടതില്ലാത്ത ഭാഷയുമുണ്ട്. താനും ആടുകളും അന്യോന്യം മനസ്സിലാക്കിയ ഭാഷ. ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ലേ ഉണ്ടായത്? പിറ്റേ ദിവസം അവൻ ഒരു ചില്ലുപാത്രങ്ങൾ വിൽക്കുന്ന കടയിൽ സഹായിക്കാനായി നിന്നു. ചില്ലുപാത്രങ്ങൾ തുടയ്ക്കുന്ന ജോലിയായിരുന്നു അത്. അതിന് പ്രതിഫലമായി അവൻ ആവശ്യപ്പെട്ടത് ഈജിപ്തിൽ എത്തിച്ചേരാൻ ആവശ്യമായ തുകയായിരുന്നു. അത് കേട്ട് ആ കടക്കാരൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, 1 വർഷം മുഴുവൻ പണിയെടുത്താലും വിറ്റു കിട്ടുന്നതിൽ ഒരു ഓഹരി പങ്കായി തന്നാലും അതിന് തികയില്ല. 1000 നാഴിക താണ്ടി വേണം ഈജിപ്തിലെത്താൻ. ലോകം മുഴുവൻ തനിക്ക് ചുറ്റും കറങ്ങുന്നതായി അത് കേട്ട സാന്റിയാഗോയ്ക്ക് തോന്നി. അവൻ്റെ മനസ്സ് മരവിച്ചുപോയി. എല്ലാ സാഹസികതകളും ഒലിച്ചുപോയി. നിരാശയുടെ കയത്തിൽ മുങ്ങിപ്പോയപ്പോൾ അവൻ ജീവിതം ഇവിടെ തീർന്നെങ്കിൽ എന്ന് വരെ ആശിച്ചുപോയി. ചില്ലുപാത്രക്കടക്കാരൻ ആശങ്കയോട് അവനോട് ചോദിച്ചു, എന്തു പറ്റി ഇത്ര പെട്ടെന്ന്? രാവിലെ കണ്ട ഊർജ്ജമില്ലല്ലോ. ഇപ്പോൾ എന്താണിങ്ങനെ? പരിഭ്രമിക്കേണ്ട, നാട്ടിലെത്താനുള്ള പണം ഞാൻ തരാം. അതുപോലെ വേണ്ട, ഞാൻ നിങ്ങളുടെ കടയിൽ നിൽക്കാം. എനിക്ക് പണമുണ്ടാക്കണം. ഒരു പറ്റ മാടുകളെ വാങ്ങാൻ വേണ്ടത്ര, സാന്റിയാഗോ ചില്ലുപാത്ര കച്ചവടക്കാരനോട് പറഞ്ഞു. ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ സാരാംശത്തിൻ്റെ 3ാം ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ദിസ് ഈസ് സുധീർ മനോ സൈനിങ് ഓഫ്.